പ്രിയ നിറഞ്ഞവരെ, ബൈബിൾ പഠന പാരായണത്തിൻ്റെ 111 ദിവസത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം ബൈബിൾ പഠന പാരായണത്തിനായി നമ്മൾ എടുക്കുന്ന വചനഭാഗം സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-19 അധ്യായങ്ങളും സങ്കീർത്തനം 59-ാം അധ്യായവുമാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദാവീദും സാവൂൾ രാജാവിൻ്റെ മകനായ ജോനാഥാനും തമ്മിലുള്ള ഇണപിരിയാത്ത സൗഹൃദത്തെ വിവരിക്കുന്നു. ജോനാഥാൻ ദാവീദിനെ പ്രാണന് തുല്യം സ്നേഹിച്ചിരുന്നതിനാൽ ദാവീദുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി തൻ്റെ മേലങ്കി ഊരി ദാവീദിനെ അണിയിച്ചു. തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും ദാവീദിന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ ദാവീദ് പോയി കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യുന്നതുകൊണ്ട് സാവൂൾ ദാവീദിനെ പടത്തലവനാക്കി മാറ്റി. 18-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിൽ സാവൂളിന് ദാവീദിനോട് തോന്നുന്ന അസൂയയെ വിവരിക്കുന്നു. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഉറക്കെ പാടി, സാവൂൾ 1000-ങ്ങളെ കൊന്നു, ദാവീദ് 10,000-ങ്ങളെയും. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. സാവൂളിൻ്റെ ഉള്ളിൽ അസൂയ വളർന്നു. നിറഞ്ഞവരെ, സാവൂളിൻ്റെ ഉള്ളിൽ അസൂയ വളരുന്നതിനുള്ള കാരണം സാവൂള് മനുഷ്യർ തന്നെപ്പറ്റി എന്തു പറയുന്നു എന്നതിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ദൈവം തന്നെപ്പറ്റി എന്തു പറയുന്നു എന്നതിനല്ല പ്രാധാന്യം കൊടുത്തത്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസൂയയുടെ അടിസ്ഥാന കാരണമായി കിടക്കുന്നത് മനുഷ്യൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. അസൂയ സാവൂളിൻ്റെ ഉള്ളിൽ വളർന്നപ്പോൾ ദാവീദിനെ എപ്പോഴും സംശയദൃഷ്ടിയോടുകൂടിയാണ് സാവൂൾ കണ്ടിരുന്നത്. അതിൻ്റെ ഫലമായി ഒരു ദുരാത്മാവും സാവൂളിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. രാജകൊട്ടാരത്തിൽ പലപ്പോഴും ഭ്രാന്തനായി അവൻ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദ് കിന്നരം വായിച്ചാണ് രാജാവിനെ ആശ്വസിപ്പിച്ചിരുന്നത്. ഒരു ദിവസം കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിനെ കൊല്ലണമെന്നുള്ള ചിന്തയോടുകൂടി കുന്തം ദാവീദിൻ്റെ നേർക്ക് എറിയുന്നു. ദാവീദ് സമർത്ഥമായി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നു. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിലും യൂദയായിലുമുള്ളവർ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. സാവൂൾ വീണ്ടും ദാവീദിനെ കൊല്ലാൻ പരിശ്രമിക്കുന്നുണ്ട്. ശത്രുക്കളായ ഫിലിസ്ത്യർ മുഖേന ദാവീദ് കൊല്ലപ്പെടാൻ വേണ്ടി തൻ്റെ മൂത്ത മകൾ മേരബിനെ ദാവീദിന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് സാവൂൾ പറയുകയും, എന്നാൽ സമയമായപ്പോൾ സാവൂൾ വാക്ക് പാലിച്ചില്ല. എന്നാൽ ഇളയ മകളായ മിഖാൽ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചു. ഇതറിഞ്ഞ സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ശത്രുക്കളായ 100 ഫിലിസ്ത്യരെ കൊന്ന് അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്നാൽ ഇളയ മകളായ മിഖാലിനെ നിനക്ക് ഭാര്യയായി നൽകാമെന്ന്. ദാവീദിനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാര്യം സാവൂൾ ദാവീദിനോട് പറയുന്നത്. എന്നാൽ ദാവീദാകട്ടെ 200 പേരെ കൊന്നു. സാവൂൾ തൻ്റെ മകളായ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. 19-ാം അധ്യായത്തിൽ കർത്താവ് ദാവീദിന് കൂടെ ആണെന്നും തൻ്റെ മകളായ മിഖായൽ ദാവീദിനെ വളരെയധികം സ്നേഹിക്കുന്നെന്നും സാവൂൾ കണ്ടപ്പോൾ സാവൂളിൻ്റെ ഉള്ളിൽ ഭയം വളരെയധികമായി. അങ്ങനെ സാവൂൾ ദാവീദിൻ്റെ നിത്യശത്രുവായി. 1 സാമുവേൽ 19-ാം അധ്യായത്തിൽ ദാവീദിനെ വധിക്കുവാനായി സാവൂൾ വീണ്ടും പരിശ്രമിക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത്. എന്നാൽ ജോനാഥാൻ ദാവീദിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സാവൂളിനെ കൊണ്ട് ശപഥം ചെയ്യിക്കുന്നു. ശപഥം ചെയ്തതിന് ശേഷം ദാവീദ് കൊട്ടാരത്തിൽ വന്ന് സാവൂളിനെ സേവിക്കുന്നുണ്ട്. വീണ്ടും ഫിലിസ്ത്യരുമായ യുദ്ധത്തിൽ ദാവീദ് അവരെ തോൽപ്പിച്ചോടിച്ചപ്പോൾ അസൂയ വീണ്ടും ദുരാത്മാവായി സാവൂളിൻ്റെ ഉള്ളിൽ കയറുകയും വീണ്ടും ദാവീദിനെ കൊല്ലുവാനായിട്ട് ദൂതന്മാരെ പറഞ്ഞയക്കുകയും ചെയ്യുന്നു. എന്നാൽ സാവൂളിൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായ മിഖാൽ ദാവീദിനെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്നു. ദാവീദ് രക്ഷപ്പെട്ടോടി സാമുവേൽ പ്രവാചകൻ്റെ അടുത്തെത്തുന്നു.
ദാവീദ് റാമായിൽ സാമുവേലിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് സാവൂൾ അറിഞ്ഞപ്പോൾ ഒരു സംഘം ദൂതന്മാരെ ദാവീദിനെ പിടിക്കാനായിട്ട് അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിച്ചു കൊണ്ടിരിക്കുകയും അവരുടെ മധ്യേ സാമുവേലിനെ കാണുകയും ചെയ്തപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഈ ദൂതന്മാരുടെ മേൽ ആവസിച്ച് അവർ പ്രവചിക്കാൻ തുടങ്ങി. 3 ഗണം ഭൃത്യന്മാരെ സാവൂൾ അയക്കുന്നുണ്ട്. 3 ഗണം ഭൃത്യന്മാരും കർത്താവിൻ്റെ ആത്മാവ് അവരിൽ പ്രവേശിച്ച് പ്രവചിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അവസാനം സാവൂൾ തന്നെ റാമായിലേക്ക് പുറപ്പെടുന്നു ദാവീദിനെ പിടിക്കാനായി. സാവൂളും കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ് പ്രവചിക്കാനായിട്ട് തുടങ്ങി. നിറഞ്ഞവരെ, സാവൂളിൻ്റെ പ്രവചനത്തോടു കൂടിയാണ് 19-ാം അധ്യായം സമാപിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഇതാ കടന്നു വരുന്ന ഓരോ മനുഷ്യനിലേക്കും പരക്കുന്നതായി നമ്മൾ ഈ വചനത്തിൽ കാണുന്നുണ്ട്. ദാവീദിനെ പിടിക്കാൻ വരുന്ന ഈ സംഘം മനുഷ്യർ ഇതാ സാമുവേലും പ്രവാചകന്മാരും പ്രവചിക്കുന്നത് കാണുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം ഈ മനുഷ്യരിലേക്കെല്ലാം നിറയുകയാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ രീതിയിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള എല്ലാ ദുഷ്ടചിന്തകളെയും, കെണിയുടെ ചിന്തകളെയും, അപരനെ ദ്രോഹിക്കണമെന്ന ചിന്തകളെയെല്ലാം ഈ ആത്മാവിൻ്റെ ആവാസം പരിപൂർണമായും നീക്കിക്കളഞ്ഞുകൊണ്ട് കൃപയിൽ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സഹായിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു സന്ദേശം കൂടി വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ആത്മാവിൻ്റെ ആവാസം നമ്മുടെ ജീവിതത്തിലെ അപരനെ ദ്രോഹിക്കണമെന്നുള്ള ചിന്തകളെല്ലാം തന്നെ പരിപൂർണമായി നിർവീര്യമാക്കുന്നു എന്നുള്ള സന്ദേശം ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. 59-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണിത്. തന്നെ വധിക്കുവാൻ സാവൂൾ ദൂതന്മാരെ അയച്ചപ്പോൾ ദാവീദ് പാടുന്ന സങ്കീർത്തനമാണ് ഈ 59-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം ദൈവമാണ് എൻ്റെ ശക്തിദുർഗം എന്നുള്ള സന്ദേശമാണ്. ദുഷ്കർമ്മികളിൽ നിന്നും രക്തദാഹികളിൽ നിന്നും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ പാടുന്നു. ബലവാനായവനാണ്, ഞാൻ അങ്ങയുടെ ശക്തിയെ പാടിപ്പുകഴ്ത്തും, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തെ പ്രകീർത്തിക്കുമെന്ന് ഇതാ ഉച്ചസ്വരത്തിൽ ദാവീദ് ഈ സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കഷ്ടതയുടെ കാലത്ത് എൻ്റെ ശക്തിയും അഭയവുമായ ദൈവമേ, ഞാൻ അങ്ങയെ നിരന്തരം പാടിപ്പുകഴ്ത്തുമെന്ന് ഈ സങ്കീർത്തന വാക്യങ്ങളിലൂടെ ദാവീദ് ഉറക്കെ ആലപിക്കുന്നു. നിറഞ്ഞവരെ, ഈ 59-ാം സങ്കീർത്തനം ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സംരക്ഷണവും കോട്ടയും അഭയകേന്ദ്രമെന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന, ഉച്ചത്തിൽ ധ്യാനിക്കുന്ന, ഉച്ചത്തിൽ പ്രകീർത്തിക്കുന്ന, പാടുന്ന ദാവീദിനെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ശത്രുവിനെതിരെയും, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏതൊരു തിന്മയ്ക്കെതിരെയും എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ദൈവമെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, വിശ്വാസത്തോടു കൂടി ആ തിന്മയ്ക്കെതിരെ, ശത്രുവിനെതിരെ ഞാൻ പടപൊരുതുമ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായ വിജയത്തിലേക്ക് എന്നെ നയിക്കും. എൻ്റെ പൂർണ്ണമായ അഭയകേന്ദ്രം, എൻ്റെ സംരക്ഷണം ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, വിശ്വാസത്തോടു കൂടി ഞാൻ പടപൊരുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവസാന വിജയം നമ്മോട് കൂടെയായിരിക്കും. അധ്യായം 18. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടിയുണ്ടാക്കി. അവൻ തന്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു. തന്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു. അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി. ഇത് ജനത്തിനും സാവൂളിന്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിനു ശേഷം അവർ മടങ്ങി വരുമ്പോൾ
ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്നു പാടി: ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു: അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവമയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. സാവൂളിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞുമാറി. കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു. സാവൂൾ അവനെ തന്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി. അവൻ അവരെ നയിച്ചു. കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിന്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലും യൂദായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു. അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു: ഇതാ എന്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിന്റെ യുദ്ധം നടത്തിയാൽ മതി. തന്റെ കൈയില്ല ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു: രാജാവിന്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എന്റെ പിതൃഭവനത്തിന് മുറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത്? എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ സാവൂൾ അവളെ മെഹോലാത്തിനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത്. സാവൂളിന്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു. സാവൂൾ അതറിഞ്ഞു. അവന് അതിഷ്ടമായി. അവൾ അവനൊരു കെണിയായി തീരുന്നതിനും ഫിലിസ്ത്യർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകും എന്ന് രാജാവ് വിചാരിച്ചു. അതിനാൽ സാവൂൾ ദാവീദിനോട് 2-ാം പ്രാവശ്യം പറഞ്ഞു: നീ എന്റെ ജാമാതാവാകണം. സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു: നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം: ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. അവന്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം. സാവൂളിന്റെ ഭൃത്യന്മാർ അത് ദാവീദിന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു: ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിന്റെ മരുമകനാവുകയെന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു. സാവൂൾ കൽപ്പിച്ചു: നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം: തന്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാവീദിനെ ഫിലിസ്ത്യരുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു. ഭൃത്യന്മാർ ദാവീദിനെ ഇതറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുന്നത് അവനിഷ്ടമായി. നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തന്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്നു ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. രാജാവിന്റെ മരുമകനാകുന്നതിനു വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു. സാവൂൾ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. കർത്താവ് ദാവീദിനോടുകൂടെയാണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിന്റെ നിത്യശത്രുവായി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു. അവർ വന്നപ്പോഴൊക്കെ സാവൂളിന്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവന്റെ നാമം വിശ്രുതമായി തീർന്നു. അധ്യായം 19. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥാനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവൂളിന്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു:
എൻ്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥാൻ തന്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെപ്പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ സ്വജീവൻ അവഗണിച്ചു പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലർക്ക് നൽകി. അതുകണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സാവൂൾ ജോനാഥാന്റെ വാക്ക് കേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവൂളിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്ത്യരോട് പടവെട്ടി വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവ് അയച്ച ദുരാത്മാവ് സാവൂളിന്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞുമാറി. കുന്തം ചുമരിൽ തറഞ്ഞു കയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവന്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവന്റെ ഭാര്യ മിഖാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സാവൂൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തന്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടൊരു തലയണയുമാണ് കണ്ടത്. സാവൂൾ മിഖാലിനോട് ചോദിച്ചു, എന്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മിഖാൽ സാവൂളിനോട് പ്രതിവചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുകയെന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമായിൽ സാമുവേലിന്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും സാമുവേലും നായോത്തിൽ ചെന്ന് പാർത്തു. ദാവീദ് റാമായിലെ നായോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവേൽ അവരുടെ നേതാവായിരിക്കുന്നതും സാവൂളിന്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിന്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു. സെക്കുയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി. സാമുവേലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയി. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലും ആവസിച്ചു. റാമായിലെ നായോത്തിലെത്തുന്നതുവരെ അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവേലിന്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി. ഒരു പ്രഭാത കീർത്തനമാണ് 59-ാം സങ്കീർത്തനം. കർത്താവ് തന്റെ കോട്ടയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു സങ്കീർത്തകൻ. ദൈവകാരുണ്യത്തിന്റെ കോട്ടയ്ക്കകത്ത് നിർഭയരായി ജീവിക്കാൻ ഈ വിലാപഗീതം പാടി പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും.
പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്കു സ്തുതികളാലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോടു കാരുണ്യം കാണിക്കുന്ന ദൈവം. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കേണമേ. എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കേണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കേണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ, അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല. എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിനു വരേണമേ. അങ്ങു തന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു. അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ടു കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു. കർത്താവേ, അങ്ങ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന്
സകല ജനതകളെയും പുച്ഛിക്കുന്നു. എന്റെ ബലമായവനെ, ഞാനങ്ങേക്കു സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്കു കോട്ടയാണ്. എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അവരെ കൊന്നുകളയരുതേ, അല്ലെങ്കിൽ ജനം അവിടത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടത്തെ ശക്തിയാൽ അവരെ ചിതറിച്ചു ക്ഷയിപ്പിക്കണമേ. അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ. അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങെന്റെ കോട്ടയും അഭയവുമായിരുന്നു. എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്കു സ്തുതികളാലപിക്കും. ദൈവമേ, അങ്ങാണ് എന്റെ ദുർഗം. എന്നോടു കാരുണ്യം കാണിക്കുന്ന ദൈവം.